ഹായ്, നമസ്കാരം. നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടെ, സമാധാനത്തോടെ, ആനന്ദത്തോടെ, സമ്പദ് സമൃദ്ധിയിൽ ജീവിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എനിക്കങ്ങനെ കേൾക്കാനാണ് എപ്പോഴും ഇഷ്ടം. എനിക്കറിയാം നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ഫുൾ മൂൺ മെഡിറ്റേഷൻ ചെയ്യാനെന്ന്. ഇന്ന് മാർച്ച് 14. എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ ഫുൾ മൂണിന് ഒരു പ്രത്യേകതയുണ്ട്. ആ ഒരു പ്രത്യേകത പറയുന്ന പേരാണ് ബ്ലഡ് മൂൺ എന്ന്. സോ ബ്ലഡ് മൂണിനെ കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന്, നാളെ, മറ്റന്നാൾ ഈ വരുന്ന 3 ദിവസങ്ങളിൽ നമ്മുടെ അന്തരീക്ഷത്തിലും അതുപോലെ ഓരോ ഹ്യൂമൻ ബോഡിയിലും ഒരുപാട് തരത്തിലുള്ള വ്യത്യാസങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിംഗ് ഒരുപാട് നടക്കുന്നുണ്ട്. ഒരുപാട് മിറാക്കിൾസ് സംഭവിക്കുന്ന ദിവസങ്ങൾ, സമയങ്ങളൊക്കെയാണ് ഈ വരുന്ന 3 ദിനങ്ങൾ. സോ അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ലൈഫിൽ ഫുൾ മൂൺ മെഡിറ്റേഷൻ ചെയ്ത് അവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കിയിട്ടുണ്ട്. തമ്പുരാൻ്റെ അനുഗ്രഹത്താൽ, പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹത്താൽ വളരെ പോസിറ്റീവായിട്ട് എല്ലാ ഫുൾ മൂൺ മെഡിറ്റേഷനിലും നമുക്ക് ബ്ലെസ്സിങ്സ് കിട്ടാറുണ്ട്. ഈ നിമിഷം ആ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ഹൃദയം തുറന്ന് ആ ഒരു പ്രപഞ്ചശക്തിക്കും ദൈവത്തിനും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് ഗോഡ് ആൻഡ് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്. നിങ്ങളെല്ലാവരും ഈ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ ആഗ്രഹം എന്തോ ആയിക്കോട്ടെ, ആഗ്രഹം പ്രപഞ്ചത്തിൽ ഓൾറെഡി എക്സിസ്റ്റ് ആണ്, ഓൾറെഡി ഇവിടെ ഇംപ്ലിമെൻറ്റഡ് ആണ്. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ തോട്ടിനെ, നമ്മുടെ ഫീലിങ്സിനെ, നമ്മുടെ ഇമോഷൻസിനെ ഒന്ന് റീവയറിങ് ചെയ്താൽ മതിയാവും. അതിലേക്കൊന്ന് ട്യൂൺ ചെയ്താൽ മതിയാവും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതിലേക്ക് റീച്ച് ആവും. നമ്മൾ അതിൽ ജീവിക്കും, നമ്മളത് ആസ്വദിക്കും. ആ ഒരു അവസ്ഥയിലേക്ക് എത്താനായിട്ട് ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങളെ ധാരാളമായി സഹായിക്കും. മനസ്സിലാക്കുക, ഇന്ന്, നാളെ, മറ്റന്നാൾ വരുന്ന 3 ദിവസമാണ് ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യേണ്ടത്. പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരായതിനാൽ സമയത്തിൻ്റെ വ്യത്യാസമുള്ളത് ഒരു ചെറിയ ബുദ്ധിമുട്ട് നമ്മൾ നേരിടുന്നുണ്ടാവും. ദാറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ സമയം എപ്പോഴാണോ ഓക്കെ ആയിട്ട് വരുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം. നോ പ്രോബ്ലം. സോ എപ്പോഴാണോ നിങ്ങളുടെ സമയം ഓക്കെ വന്നാൽ അപ്പം നിങ്ങൾക്ക് ചെയ്താൽ മതിയാവും. ഇന്ന സമയത്ത് തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതുപോലെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞ ശേഷം ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ, വിട്ടുകൊടുക്കുക, പ്രപഞ്ചത്തിലേക്ക് വിട്ടുകൊടുക്കുക. പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കുകയോ ആലോചിക്കുകയോ ഒന്നും ചെയ്യണ്ട. ഓക്കെ. അതുപോലെ ഈ ഒരു നിമിഷത്തിൽ വളരെ പോസിറ്റീവായിട്ടൊരു കാര്യം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. ഗ്രീൻ ട്രൂത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. സോ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് വരുന്ന 18-ാം തീയതി മുതൽ എല്ലാ ദിവസവും രാവിലെ 5 മണി മുതൽ 5:30 വരെ ലോ ഓഫ് അട്രാക്ഷൻ്റെ പല ടെക്നിക്സുകളും പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ. ഒറ്റയ്ക്കല്ല, ഒരു വലിയ ടീമോട് കൂടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് വലിയൊരു മാസീവായിട്ടുള്ള എനർജി ഷിഫ്റ്റിംഗ് സംഭവിക്കും. വലിയ തോതിൽ വൈബ്രേഷൻസ് സംഭവിക്കും. എവറി ഡേ, എല്ലാ ദിവസവും നമ്മൾ വാട്ടർ ടെക്നിക് പ്രാക്ടീസ് ചെയ്യും, അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യും, വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യും, ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യും, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യും. സോ ഈ ഒരു 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ ഒരു ടീമോട് കൂടി വളരെ ശക്തമായിട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഇറ്റ്സ് ഫ്രീ ഓഫ് കോസ്റ്റ്, ടോട്ടലി ഫ്രീ ആണ്. രാവിലെ 5 മണി മുതൽ 5:30 വരെ ആയിരിക്കും സെഷൻ വരുന്നത്. സൂമിൽ ലൈവ് ആയിരിക്കും നമ്മുടെ സെഷൻ വരുന്നത്. കമ്മ്യൂണിറ്റി ഭാഗമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഫാമിലിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും സപ്പോർട്ട് നൽകുക. ഇതുവരെ നൽകിയ എല്ലാ സപ്പോർട്ടിനും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. മെഡിറ്റേഷൻ ചെയ്യാൻ തയ്യാറെടുക്കാം. മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾക്ക് കസേരയിലിരുന്നു കൊണ്ടോ, തറയിലിരുന്നു കൊണ്ടോ, അതോ കട്ടിലിൽ കിടന്നുകൊണ്ടോ മെഡിറ്റേറ്റ് ചെയ്യാം. കഴിവതും ചന്ദ്രൻ്റെ ആ പ്രകാശം നിങ്ങളുടെ ശരീരത്തിൽ ഏൽക്കുന്ന തരത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇനി അഥവാ ചന്ദ്രൻ്റെ പ്രകാശം കിട്ടുന്നില്ല, മേ ബി ചന്ദ്രൻ കാണത്തില്ല, മേഘങ്ങളുടെയും മഴയുടെ കാര്യത്താൽ കാണാൻ പറ്റത്തില്ലായിരിക്കാം, ദാറ്റ്സ് ഓക്കെ. ചന്ദ്രൻ്റെ പ്രകാശം നിങ്ങളുടെ ശരീരത്തിലേക്ക് പതിക്കുന്നുവെന്ന് ഒരു ചിന്തയിൽ വിഷ്വലൈസേഷൻ ചെയ്ത് ഇരുന്നാൽ മതിയാകും. സുഖമായിരിക്കാം. നട്ടൽ നിവർന്നിരിക്കട്ടെ. കഴുത്തും തലയും സ്ട്രേറ്റ് ആയിട്ട് വയ്ക്കാം. കൈകൾ സിമ്പിളായിട്ട് തുടയുടെ മുകളിൽ മലർത്തി വയ്ക്കാം. വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കാം.
ഒരു സാധാരണ ശ്വാസമുള്ളിലേക്ക്, അതുപോലെ തന്നെ പുറത്തേക്ക് പോട്ടെ. ഒരിക്കൽ കൂടി സാധാരണ ശ്വാസമുള്ളിലേക്ക്, പുറത്തേക്ക്. ഒരിക്കൽ കൂടി വളരെ സാവധാനമായി ശ്വാസമുള്ളിലേക്ക് ഇടുക, പുറത്തേക്ക് വിടാം. ഓരോ തവണ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ കൂടുതൽ ഭൂമിയുമായി ചേർന്ന് വരാം. ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ ഉള്ളിലുള്ള ടെൻഷൻ, വെപ്രാളം, പേടി, ഭയം ഇവയൊക്കെ കാർബൺ ഡൈ ഓക്സൈഡോടെ പുറത്തേക്ക് വിടാം. ശ്വാസം എടുക്കുമ്പോൾ മനസ്സ് കൂടുതൽ കൂടുതൽ ശാന്തമാകുന്നു, പോസിറ്റിവിറ്റി കൊണ്ട് നിറയുന്നു. ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ ഉള്ളിലുള്ള എല്ലാ ടോക്സിക്കിനെയും പുറത്തു കളയുന്നു. ഫീൽ ഇറ്റ്. ആ ഊർജം സ്വീകരിക്കുന്നതും ബാഡായിട്ടുള്ള ഊർജം പുറത്തേക്ക് കൊണ്ടുവന്നതും ഫീൽ ചെയ്യാം. നന്നായിട്ട് ഫീൽ ചെയ്യാം. ജസ്റ്റ് ഫീൽ ഇറ്റ്. കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. ഇനി എപ്പോഴാണോ കണ്ണുകൾ തുറക്കാൻ പറയുന്നത് അപ്പോൾ മാത്രമേ കണ്ണുകൾ തുറക്കുന്നുള്ളൂ. ശരീരവും മനസ്സും വളരെ ശാന്തമാകുന്നു. ഗ്രാജുവലി ശരീരത്തിനെയും മനസ്സിനെയും നല്ല മെഡിറ്റേറ്റീവ് മോഡിലേക്ക് കൊണ്ടുപോകാനായിട്ട് പെർമിഷൻ എടുക്കാം. സാവധാനം നല്ലതുപോലെ ഒരു മെഡിറ്റേറ്റീവ് മോഡിലേക്ക് വരുന്നു. എത്രത്തോളം മനസ്സ് ശാന്തമാവുന്നോ അത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളെ വിശ്വസിക്കാം, നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ എനർജികളെയും വിശ്വസിക്കാം. ഓരോ ശ്വാസമുള്ളിലേക്ക് എടുക്കുമ്പോഴും ആ ദിവ്യത്വത്തെ മനസ്സിലാക്കാം, ഫീൽ ചെയ്യാം. ഓരോ തവണ ശ്വാസം പുറത്തേക്ക് പോകുമ്പോഴും എല്ലാ ടെൻഷനും ദുഃഖവും എല്ലാം പുറത്തേക്ക് കളയുന്നു. ഈ നിമിഷം വളരെ സാവധാനം നിങ്ങളുടെ സെൽഫിനോട്, നിങ്ങളോട് ഒരു ഹലോ പറയാം. എന്നിട്ട് നിങ്ങളുടെ 2 കൈകൾ കൊണ്ടും നിങ്ങളെ തന്നെ നന്നായിട്ട് സ്നേഹത്തോടെ ഒരു ഹഗ് കൊടുക്കാം, കെട്ടിപ്പിടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ എത്രമാത്രം സേഫായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നതെന്ന്. ബി സേഫ്, ഫീൽ ദ സേഫ്. ഒരു ആത്മസംരക്ഷണം നന്നായിട്ട് ഫീൽ ചെയ്യാം. ഈ ഒരു അവസ്ഥയെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാനായിട്ട് സഹായിക്കും. ഭൂമി മാതാവിൻ്റെ പവിത്രതയെ നമുക്ക് അനുഭവിക്കാം. വളരെ സാവധാനം ഇരുപിരികങ്ങൾക്കിടയിലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ചെറുതായിട്ട് ആ ഭാഗത്ത് പ്രഷർ അനുഭവപ്പെടുന്നു. ഫീൽ ദ പ്രഷർ. ആ തടയിലൂടെ വളരെ സാവധാനം ചന്ദ്രന്റെ പ്രകാശം ആഴ്ന്നിറങ്ങുകയാണ്. ഫീൽ ഇറ്റ്, വിഷ്വലൈസ് ഇറ്റ്. ആ ചന്ദ്രന്റെ പ്രകാശം ആഴ്ന്നിറങ്ങി ശരീരത്തിൻ്റെ ഏറ്റവും താഴത്തേക്കുള്ള മൂലാധാര ചക്രയിലേക്ക് ആ പ്രകാശം പതിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാം. ഫീൽ ഇറ്റ്. മൂലാധാര ചക്ര നല്ലതുപോലെ
ക്ലെൻസ്ഡ് ആകുന്നുണ്ട്, നല്ലതുപോലെ ശുദ്ധമാകുന്നുണ്ട്. ഇറ്റ്സ് ഗെറ്റിംഗ് ആക്ടിവേറ്റഡ്. വളരെ സാവധാനം മൂലാധാര ചക്ര ആക്ടിവേറ്റ് ആവുന്നു, ക്ലെൻസ് ആകുന്നു. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ആ ചക്ര ബ്ലോക്ക്ഡ് ആണ് എങ്കിൽ, തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇന്നീ ബ്ലഡ് മൂണിൻ്റെ പ്രകാശത്താൽ, പൂർണ്ണചന്ദ്രൻ്റെ ശക്തിയിൽ, ഭൂമി മാതാവിൻ്റെ ആ ഒരു ശക്തിയിൽ കൂടുതൽ കൂടുതൽ നമ്മൾ എനർജറ്റിക് ആകുന്നതും സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നതും കൂടുതൽ കൂടുതൽ ഗ്രൗണ്ടഡ് ആകുന്നതായിട്ടും മനസ്സിലാക്കാം. ഇതിലൂടെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ വഴികളും ഓപ്പൺ ആകുന്നതായിട്ടും മനസ്സിലാക്കാം. ഇന്നു മുതൽ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളമായി സമ്പത്തിൻ്റെ ഒഴുക്ക് ആരംഭിക്കാൻ പോകുന്നു. ഇവിടെ വെച്ച് ആരംഭിക്കുന്നു. ഫീൽ ഇറ്റ്. ഫീൽ ദ മണി ഫ്രീക്വൻസി. ജസ്റ്റ് ഫീൽ ദ മണി ഫ്രീക്വൻസി. ഭൂമി എന്ന് പറയുന്നത് ഫിസിക്കൽ എക്സിസ്റ്റൻസിൻ്റെ ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന ഒരു ഭാഗമാണ്. എത്രത്തോളം ഭൂമിയുമായിട്ട് സറണ്ടർ ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ഭൂമിയുമായിട്ട് സറണ്ടർ ചെയ്യാം. ശരീരത്തിലുണ്ടാകുന്ന ഊർജ്ജമാറ്റത്തെ ശ്രദ്ധിക്കാം. ശരീരത്തിലുണ്ടാകുന്ന വൈബ്രേഷൻസിന് ശ്രദ്ധിക്കാം. എത്രത്തോളം ആഴത്തിൽ ശ്രദ്ധിക്കുന്നോ അത്രത്തോളം വൈബ്രേഷനും ഫ്രീക്വൻസിയും ഇരട്ടിക്കുന്നു. കൂടുതൽ കൂടുതൽ ഊർജ്ജസ്വലരാകുകയും കൂടുതൽ കൂടുതൽ എനർജറ്റിക് ആകുകയും ചെയ്യുന്നു. ഫീൽ ഇറ്റ്. ഫീൽ ദ പ്രസൻസ് ഓഫ് എനർജി. ആ തേടയിലൂടെ ഇപ്പോഴും പ്രകാശം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ കൂടുതൽ ആഴത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. യു ആർ ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. ഈ സമയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, നിങ്ങൾ വളരെയധികം സംരക്ഷണത്തിലാണിപ്പോൾ, പ്രൊട്ടക്റ്റഡ് ആണ്. ഓരോ നിമിഷം കഴിയും തോറും നിങ്ങൾ കൂടുതൽ കൂടുതൽ സേഫ് ആണെന്ന് നിങ്ങൾ മനസ്സിലാകുന്നുണ്ട്. വളരെ സാവധാനം തേർഡ് ഐ ഭാഗത്തു നിന്നും ഒഴുകിക്കൊണ്ടിരുന്ന പ്രകാശത്തിൻ്റെ ഊർജം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വളരെ സാവധാനം സ്പ്രെഡ് ആകുന്നുണ്ട്, വളരെ സാവധാനം വ്യാപിക്കുന്നുണ്ട്. ശരീരം മുഴുവൻ ചന്ദ്രന്റെ പ്രകാശം നിങ്ങളുടെ ശരീരത്തിൽ പാലഭിഷേകം ചെയ്യുന്നത് പോലെ, ശരീരത്തിലേക്ക് പാലൊഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ ശരീരം മുഴുവൻ ഒഴുകുന്നത് അതുപോലെ നിങ്ങളുടെ ശരീരം മുഴുവൻ ചന്ദ്രൻ്റെ പ്രകാശം നിങ്ങളെ അഭിഷേകം ചെയ്യുന്നു. ഫീൽ ഇറ്റ്. ജസ്റ്റ് ഫീൽ ഇറ്റ്. ആ ഒരു ചന്ദ്രൻ്റെ പ്രകാശത്തിൽ നിങ്ങൾ ടോട്ടലി പ്രൊട്ടക്റ്റഡ് ആണ്. ഒരു ഷീൽഡ് പോലെ നിങ്ങളുടെ ശരീരം മൊത്തം സംരക്ഷണം ചെയ്തിരിക്കുന്നു. ആ സമയത്ത് കിട്ടുന്ന ഊർജത്തെ നന്നായി മനസ്സിലാക്കാം. വളരെ സാവധാനം ആ പ്രകാശത്തിൻ്റെ ഭാഗം ഒഴുകുന്നതിലേക്ക് നിങ്ങളുടെ ശരീരവും ഒഴുകുന്നു. ഇപ്പോൾ നിങ്ങൾ ഭൂമി മാതാവിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഉയരത്തിൽ, ഭൂമിയിൽ ടച്ച് ചെയ്യാതെ അഞ്ചിഞ്ച് ഉയരത്തിലായിട്ട് നിങ്ങളുടെ ശരീരം നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യാം. നിങ്ങളുടെ ബോഡി ഒട്ടും തന്നെ ഭൂമിയുമായിട്ട് ടച്ച് ചെയ്യുന്നില്ല. നിങ്ങളിപ്പോൾ വായുവിൽ
നിൽക്കുന്നതായിട്ട് മനസ്സിലാക്കാം. അത്രത്തോളം വെയ്റ്റ്ലെസ് ആയിട്ടാണ് നിങ്ങളുടെ ബോഡിയും മൈൻഡും ഇരിക്കുന്നത്. ഫീൽ ഇറ്റ്. ഇപ്പോൾ വായുവിൽ നിങ്ങൾ ഇരിക്കുകയാണ്. ഫീൽ ദ എനർജി, ഫീൽ ദ വൈബ്രേഷൻ. ഈ നിമിഷം മുതൽ വളരെ സാവധാനം നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ ആവശ്യമില്ലാത്ത വൈബ്രേഷൻസും എല്ലാം ആവശ്യമില്ലാത്ത ഇമോഷൻസിനെയും മാറ്റി പുതിയ ഇമോഷൻസും പുതിയ വൈബ്രേഷൻസും റീപ്ലേസ് ചെയ്യുന്നു. ഒപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള സബ് കോൺഷ്യസ് മൈൻഡിനെയും റീപ്രോഗ്രാം ചെയ്യുന്നു. കൂടുതൽ സമൃദ്ധി, കൂടുതൽ ആനന്ദം, കൂടുതൽ സന്തോഷം, കൂടുതൽ സമാധാനം, കൂടുതൽ ഐശ്വര്യം നിങ്ങളിലേക്ക് വരുന്നതിന്, നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതിന് അതിനനുസരിച്ചിട്ടുള്ള ഫീലിങ്സ്, ഇമോഷൻസും നിങ്ങൾ ഇന്നത്തെ ദിവസം മുതൽ ട്യൂൺ ചെയ്യപ്പെടുന്നു. ഇതൊക്കെ നിങ്ങളുടെ അവകാശം കൂടിയാണ്. നിങ്ങളുടെ ഹയർ സെൽഫുമായിട്ട് ഓരോ നിമിഷവും കണക്ട് ചെയ്യുന്നതൊപ്പം എല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. എല്ലാം നിങ്ങൾക്ക് എത്തിച്ചേരുന്നു. സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാകുന്നു, നല്ലതുപോലെ ഫീൽ ചെയ്യുന്നു. ഓരോ നിമിഷവും ഇറ്റ്സ് ഹാപ്പനിങ്. ഒരു സാധാരണ ശ്വാസമുള്ളിലേക്ക്, പുറത്തേക്ക്. ഒരിക്കൽ കൂടി സാധാരണ ശ്വാസമുള്ളിലേക്ക്, പുറത്തേക്ക്. ഈ നിമിഷം നിങ്ങളുടെ ചുറ്റുമൊന്ന് നിങ്ങൾ നോക്കിയേ. നിങ്ങളുടെ സന്തോഷം കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും നിങ്ങളുടെ സന്തോഷത്തിനോടൊപ്പം സന്തോഷിക്കുന്ന കുറേ ആൾക്കാരും, നിങ്ങളുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു വലിയ ജീവിതം, ധാരാളം സമ്പത്ത്, സമൃദ്ധി, ഐശ്വര്യം, ആരോഗ്യം, നല്ല എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ എവറിത്തിങ്, എല്ലാം ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ഒപ്പം നിങ്ങളെ കൂടുതൽ മികച്ച തലങ്ങളിലേക്ക് എത്തിക്കാനായിട്ട്, നിങ്ങളുടെ സന്തോഷത്തിന് പങ്കുചേരാനായിട്ട് ഈ നിമിഷം, ഇന്ന് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാലാഖയെ നൽകുന്നുണ്ട്. ആ മാലാഖ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും, നിങ്ങളുടെ എല്ലാ പോസിറ്റിവിറ്റിയുള്ള കാര്യങ്ങൾക്കും നിങ്ങളുടെ വഴികാട്ടിയായിട്ട് നിങ്ങളോടൊപ്പം എന്നും കൂടെ ഉണ്ടാകും. ആ മാലാഖ നിങ്ങളെ നോക്കുകയാണ്. വളരെ സന്തോഷത്തോടെ, ചിരിച്ച മുഖത്തോടു കൂടി നോക്കുന്നു. ഈ നിമിഷം നിങ്ങൾ വളരെ സന്തോഷത്തിലാണ്. എത്രത്തോളം സന്തോഷത്തിലാണോ അത്രത്തോളം സന്തോഷത്തിലാണ് നിങ്ങൾ. ആ ഒരു വൈബ്രേഷനിൽ തന്നെ, ആ ഒരു ഫ്രീക്വൻസിയിൽ ഇരുന്നു കൊണ്ട് തന്നെ, ആ ഒരു ഇമോഷൻസിൽ തന്നെ ഇപ്പോൾ ഇന്നത്തെ മനോഹരമായിട്ടുള്ള ഈ ഒരു പൗർണമി ദിനത്തിൽ പ്രപഞ്ചത്തിന് സാക്ഷിയായിട്ട് ഭൂമി മാതാവിൻ്റെ മടിയിലിരുന്നു കൊണ്ട് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട 3 ആഗ്രഹങ്ങൾ, 3 വിഷസ് ഇപ്പോൾ മനസ്സിലേക്ക് കൊണ്ടുവരാം. ആദ്യം ഒരു സാധാരണ ശ്വാസമുള്ളിലേക്ക് എടുക്കാം. പുറത്തേക്ക് വിടാം. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു ആഗ്രഹം, ഏറ്റവും ആവശ്യമായിട്ടുള്ള ആ ഒരു ആഗ്രഹം, പ്രകൃതിക്കും മറ്റുള്ള ആൾക്കാർക്കും എല്ലാവർക്കും
സന്തോഷവും സമാധാനവും ആനന്ദം നൽകുന്ന ആഗ്രഹം ഇപ്പോൾ മുന്നിലെടുക്കാം. നന്നായിട്ട് ആഗ്രഹത്തെ 3 തവണ റിപ്പീറ്റ് ചെയ്യാം, പറയാം. ശേഷം നിങ്ങളുടെ എല്ലാ ഫീലിങ്സും ഇമോഷൻസും കൊടുക്കേണ്ടത് നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ആ സമയത്തുള്ള സന്തോഷം, ഒരു വൈബ്രേഷൻ, ഫീലിങ്സ്, ഇമോഷൻസ് അതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, നിങ്ങൾ എന്താണോ ആ നേടണമെന്ന് നിങ്ങൾ വിചാരിച്ചത്, നിങ്ങളുടെ സ്വപ്നം എന്താണോ ആ ഒരു കാര്യം ഇപ്പോൾ ഈ നിമിഷം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ആ സമയത്തുള്ള ഫീലിങ്സ് എത്രമാത്രം ഉണ്ടോ അതൊക്കെ എക്സ്പ്രസ് ചെയ്യപ്പോൾ, ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാം. യു ആർ ഓൺ ദ പീക്ക് ലെവൽ. നിങ്ങൾ ആ ഒരു ആഗ്രഹത്തിൻ്റെ പീക്ക് ലെവലിലാണ്. അതിൻ്റെ മാക്സിമം സന്തോഷം എത്രയാണോ അത് ആസ്വദിക്കാം, പൂർണ്ണമായും ആസ്വദിക്കാം. ഒരു തരത്തിലും സംശയങ്ങളില്ലാതെ, ഒരു തരത്തിലും തടസ്സങ്ങളില്ലാതെ ടോട്ടലി സറണ്ടർ ചെയ്തുകൊണ്ട് ആഘോഷിക്കാം. ഫീൽ ഇറ്റ് ആൻഡ് വിഷ്വലൈസ് ഇറ്റ്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും പ്രപഞ്ചശക്തിക്കും ദൈവത്തിനും നിങ്ങൾക്കും നന്ദി പറയാം. താങ്ക് യു സോ മച്ച് ഗോഡ് ആൻഡ് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്. ഈ മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾക്ക് അങ്ങയോട് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഈ നിമിഷം നിങ്ങളുടെ രണ്ടാമത്തെ ആഗ്രഹം മനസ്സിൽ കാണാം. 3 പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യാം. ശേഷം ആ ഒരു ആഗ്രഹം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു തലത്തിൽ കണ്ടുകൊണ്ട്, ആ ഒരു തലത്തിൽ ഫീലിങ്സും ഇമോഷൻസും മനസ്സിലാക്കി അത് എക്സ്പ്രസ് ചെയ്തുകൊണ്ട് ആസ്വദിക്കാം. നിങ്ങളുടെ രണ്ടാമത്തെ ആഗ്രഹവും ഇപ്പോൾ സഫലമായി. താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്. താങ്ക് യു സോ മച്ച് ഗോഡ്. എത്രത്തോളം ഹാപ്പിനെസ് അതിൽ നിന്ന് കണ്ടെത്താൻ പറ്റുമോ അത്രത്തോളം ഹാപ്പിനെസ് കണ്ടെത്താം. കണ്ണുകൊണ്ട് കാണുന്നു, മൂക്കുകൊണ്ട് സ്മെല്ല് ചെയ്യുന്നു, ചെവി കൊണ്ട് ശബ്ദം കേൾക്കുന്നു, സ്കിന്ന് കൊണ്ട് ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട്, ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പഞ്ചേന്ദ്രിയങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായും സറണ്ടർ ചെയ്തുകൊണ്ട് ആസ്വദിക്കുകയാണ്. ടോട്ടലി യു ആർ എൻജോയിങ് ദിസ് മൊമെൻറ്റ്. ഈ നിമിഷം നിങ്ങൾ അത്രത്തോളം എൻജോയ് ചെയ്ത് ആസ്വദിക്കുകയാണ്. സൂപ്പർ. ഇറ്റ്സ് അമേസിങ്, അമേസിങ്. താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് ആൻഡ് താങ്ക് യു സോ മച്ച് ഗാഡ്. ഇപ്പോൾ 3ാമത്തെ ആഗ്രഹം മനസ്സിൽ കൊണ്ടുവരാം. നന്നായിട്ട് ആ ആഗ്രഹം 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം, 3 പ്രാവശ്യം പറയാം. നിങ്ങളുടെ 3ാമത്തെ ആഗ്രഹവും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ഫ്രീക്വൻസിയും വൈബ്രേഷനും ഉയർത്തിക്കൊണ്ട് 3ാമത്തെ ആഗ്രഹം നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ സമയത്തുള്ള നിങ്ങളുടെ ഫീലിങ്സ്, ഇമോഷൻസ്, വൈബ്രേഷൻസ് എത്രമാത്രം ഹൈയിലായിരിക്കും, നിങ്ങളുടെ സന്തോഷം എത്രമാത്രം ഹൈയിലായിരിക്കും. ഫീൽ ഇറ്റ്. നന്നായി അത് ഫീൽ ചെയ്യാം, ആസ്വദിക്കാം. ജസ്റ്റ് ഫീൽ ഇറ്റ്. എൻജോയ് ദിസ് മൊമെൻറ്റ്. അമേസിങ്, അമേസിങ്. യാ. Thank you so much God and thank you so much universe for this beautiful, beautiful moment. Thank you so much. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നന്ദി അറിയിക്കാം. With the blessings of God, with the blessings of moon, with the blessings of universe, ദൈവത്തിൻ്റെയും ചന്ദ്രൻ്റെയും ഭൂമിയുടെയും പ്രപഞ്ചത്തിൻ്റെയും എല്ലാവരുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള 3 ആഗ്രഹങ്ങളും നടന്നു. ബി ഗ്രേറ്റ്ഫുൾ, ബി ഹാപ്പി. ഒരിക്കൽ കൂടി പ്രപഞ്ചത്തിനെ ഹഗ് ചെയ്യാം, സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കാം പ്രപഞ്ചത്തെ.
ആൻഡ് ഫീൽ ദ പ്രസൻസ് ഓഫ് യൂണിവേഴ്സിൻ്റെ പ്രസൻസ് അനുഭവിക്കാം. ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും നന്ദി എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കാം. വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, പുറത്തേക്ക് വിടുന്നു. ഒരിക്കൽ കൂടി വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, പുറത്തേക്ക് വിടുന്നു. ചുറ്റുമുള്ള സൗണ്ടുകൾ ശ്രദ്ധിക്കാം. ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ശ്രദ്ധിക്കാം. ശ്വാസത്തിൽ ശ്രദ്ധിക്കാം. ശരീരത്തിലുണ്ടായിരിക്കുന്ന ആ ഊർജ മാറ്റത്തെ ശ്രദ്ധിക്കാം. വൈബ്രേഷൻ ശ്രദ്ധിക്കാം. ഒരിക്കൽ കൂടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, പുറത്തേക്ക് വിടുന്നു. അടുത്ത ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടുന്നതോടൊപ്പം കൈകൾ രണ്ടും ഉരസി കണ്ണുകളിൽ വെച്ച് വേണ്ടുവോളം സമയമെടുത്ത് ഉള്ളിൽ എല്ലാവിധ നന്ദിയും സമർപ്പിച്ചുകൊണ്ട് കണ്ണുകൾ വളരെ സാവധാനം തുറക്കാം. കൈകൾ കൂപ്പി നിങ്ങൾ ചന്ദ്രനെ കാണുന്നുണ്ടെങ്കിൽ അല്പം തല കുനിച്ച് ആ ചന്ദ്രനോട് താങ്ക് യു പറയാം. നെറ്റി തറയിൽ മുട്ടിച്ച് ഭൂമി മാതാവിനും നന്ദി അറിയിക്കാം. താങ്ക് യു സോ മച്ച്. എല്ലാവരും വളരെ ഭംഗിയായിട്ട് ഈ ഒരു ഫുൾ മൂൺ മെഡിറ്റേഷൻ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വരുന്ന 3 ദിവസം നിങ്ങൾ മുടക്കരുത്. വരുന്ന 3 ദിവസം നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ചെയ്യുക. നിങ്ങളുടെ ഊർജ്ജതലങ്ങളിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു സമയമാണ്. അതിനോടൊപ്പം ഈ ഒരു മെഡിറ്റേഷൻ കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം ലൈഫിലുണ്ടാകും. എല്ലാവരുടെ ആഗ്രഹവും സഫലമാകും. എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും സമ്പത്തും ആനന്ദവും സന്തോഷവും ആരോഗ്യവും എല്ലാം ആശംസിക്കുന്നു. God bless you all. Love you all. Thank you so much.